yet another episode of Travel and Foodity. ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരിയിലെ എടത്തിലമ്പലം എന്ന സ്ഥലത്താണ്. അവിടെ തലശ്ശേരിയുടെ രുചി വൈവിധ്യത്തെപ്പറ്റി ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തലശ്ശേരി ദം ബിരിയാണിയുടെ അതിനെപ്പറ്റി ഞാനൊന്നും പറയണ്ടല്ലോ അല്ലേ. തലശ്ശേരി ദം ബിരിയാണി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാ സ്ഥലത്തും അത് കിട്ടുന്നുമുണ്ട്. പക്ഷേ അതൊന്നും ശരിക്കുള്ള തലശ്ശേരി ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ 7 അയലത്തുകൂടെ അതൊന്നും പോയിട്ടില്ല. ഇവിടെ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിൽ വൺ ഓഫ് ദ ലീഡിങ് കാറ്ററിംഗ് യൂണിറ്റ് ആണ് മുത്തൂസ് കാറ്ററിംഗ് യൂണിറ്റ്. അവരുടെ മെയിൻ കിച്ചണിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമ്മളിവിടെ വാ. ഇതിപ്പോൾ നല്ല പൊതിഞ്ഞ ചിക്കനാണ്, ചിക്കൻ ഫ്രൈ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇവരെല്ലാം ചെയ്യുന്നത് ഈ ചിക്കൻ ഫ്രൈ ഇവരുടെ ടേസ്റ്റ് പ്രത്യേകത നല്ല വെളിച്ചെണ്ണയിലാണ് ഇവർ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈക്ക് ഇത്രയും ടേസ്റ്റ് ഇവിടെ കാണുന്നത്. ഇതിപ്പോ എത്ര ആവശ്യമുള്ള ബിരിയാണിയാണ്? എത്ര ആവശ്യമുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്? 200 ആവശ്യമുള്ള ബിരിയാണിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇവരുടെ കൊണ്ട് പ്രത്യേകത ഏത് അരിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? ചെറിയ അരിയല്ലോ അല്ലേ? കൈമാറി അതാണ് ക്വാളിറ്റി വൈസ് ബിരിയാണി റൈസാണ് ഇനിയിപ്പോ തറ വന്നിട്ട് നിങ്ങൾ കൂടി വെക്കും അല്ലേ? ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മളിപ്പം വീടെടുക്കാൻ ഒന്നും പറഞ്ഞിട്ട് 10 സമയം ഇവരിത് ഉണ്ടാക്കുന്ന സമയം ഫുള്ള് ഈ വിറകെടുപ്പായത് കാരണം നല്ല ചൂടുണ്ട്. ഇത്ര ചൂട് വെക്കൂല അല്ലേ? ഈ കൊണ്ടിട്ട് മുമ്പ് വെച്ചിട്ടാണ്. ഈ ഒരു സമയത്താണ് ഇവർ തീ കുറച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ദമ്മിടുന്ന പ്രോസസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. താഴേന്ന് കനല് കോരിയിട്ട് മേലെ ഇട്ടിട്ട് ആണ് അവർ ദമ്മിടുന്നത്. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. ഫ്രൈക്കുള്ള പ്രിപ്പറേഷൻ ആണ് അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് മസാല കൂട്ടുകൾ? നിങ്ങളെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയുള്ളൂ അല്ലേ? എത്ര കാലമായി മുത്തോട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ട്? 20 കൊല്ലായി. അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 20 വർഷമായി അല്ലേ? 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മുത്തോട്ടിന്. അപ്പൊ ഈ ബിരിയാണി മാത്രമല്ല ഇവർക്ക്, അതെ,
സദ്യ, ബുഫേ, പലതരം പായസങ്ങൾ എല്ലാം തന്നെയുണ്ട് മുത്തോട്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്. ദം ചിക്കൻ ബിരിയാണി, അതിൻ്റെ ടേസ്റ്റ്. അതെ, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം തന്നെ തലശ്ശേരി രീതിയിലാണ്, ഏറ്റവും ദം ഇട്ടിട്ടുള്ള രീതിയിലാണ് മുത്തോട്ടം വെക്കുന്നത്. നമ്മുടെ കല്യാണം, എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിനെല്ലാം മുത്തോട്ടനാണ് മെയിൻ ആള്. ബിരിയാണിയും സദ്യയും എല്ലാം മുത്തോട്ടനൊക്കെയായിരുന്നു. ഇത് ചിക്കൻ ബിരിയാണിക്ക് വേണ്ട മസാല ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇളക്കിക്കോട്ടെ, അല്ല അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. അല്ലേ, ഉള്ളിയും തക്കാളിയൊക്കെ കൂടിയിട്ടുള്ള മസാലയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതും കൂടെ ഉണ്ട് കേട്ടോ. അതെ, മസാലക്കൂട്ട്. പിന്നെ ഇത് ഇവിടെ വേറെയുണ്ട്, ഗരം മസാലയും ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. ഇതായി കഴിഞ്ഞിട്ട് ഇതിടും. അവർ യൂസ് ചെയ്യുന്നത് വേറൊന്നല്ല, RKG ഗീ ആണ് കേട്ടോ യൂസ് ചെയ്യുക. അതാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകതയും ആ ടേസ്റ്റ് വരുന്നത് അതുകൊണ്ടാണ്. ഇത് ഇടാൻ വേണ്ടിയിട്ട് ഇളക്കുന്നത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇടുന്നത് അത്ര പണിയില്ലല്ലോ. ഫുള്ള് ഇടാനാ? ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്തതല്ലേ, ഉള്ളി വറുത്തത്. പുതിന, മല്ലി, പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും, ഇത്രയാണ് മസാല ചേർക്കുന്നത്. അല്ലേ, വേറെ ഒരു സംഭവമില്ല, എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ പശു നെയ്യിലാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇത് ഗരം മസാല ഇവിടെ തന്നെ പൊടിച്ചതാണല്ലേ. ഇതിപ്പോ 200 പേർക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ആഹാ, ഇത് അതിനകത്ത് ഇപ്പം ചിക്കൻ്റെ പീസ് ഇട്ടിട്ടൊരു ഇളക്കലായിരിക്കും. ഇതാണ് നമ്മുടെ ചിക്കൻ മസാല. അതെ, വേവിച്ച മസാല കൂട്ടിനകത്ത് ചിക്കൻ ഇട്ട് നല്ലൊരു ഇളക്കൽ. ഇതാണ് നമ്മുടെ മസാല, ബിരിയാണി മസാല. കേട്ടോ, ഇതാണ് നമ്മൾ തലശ്ശേരി ദം ബിരിയാണിക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന അച്ചാർ. ഇത് ബീട്രൂട്ടും ഡേറ്റ്സും കൂടെ മിക്സ് ചെയ്ത് വിനാഗിരിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചാറാണിത്. ഇതിപ്പോൾ നമ്മൾ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഇവർ ചിക്കൻ മസാല ചേർത്തിട്ട് ദമ്മിടാൻ പോകുന്നത്. കേട്ടോ, നല്ല പാകമായിട്ടുള്ള ചോറ്. മസാലയിൽ ഇതാ നല്ല ചൂട് ബിരിയാണി റൈസ് ഇടുന്നത്. ഇപ്പോൾ ദമ്മിടുകയാണ് ഇവർ. ദമ്മിടേണ്ട പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം തന്നെ മസാല, അടിയിൽ മസാലയാണ്, അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ചോറിടുന്നത്. ചൂട് ബിരിയാണി റൈസ് നല്ല മണമായിട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ആഹാ, ഇനി നമുക്ക് ഇത് ദമ്മ് ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ട്. ഇത് പൊട്ടിക്കുന്ന ടൈമാണ് എൻ്റെ ഫേവററ്റ് ടൈം. ഇത് നമ്മളെ ഉള്ളിയാണ്. ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്ത് കോരി എടുത്തതാണ്. ഗോൾഡൻ കളറാക്കി എടുത്തതാണ്. ഇത് നമ്മുടെ ബിരിയാണിയിൽ ഇടേണ്ട സാധനമാണ്. ലാസ്റ്റ് നമ്മൾ ഇടുമല്ലോ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് വലിയ 200 ആൾക്കാർക്കുള്ള ഭക്ഷണത്തിൻ്റെ ദമ്മ് ഇടുന്നതായിരുന്നു ആദ്യം കണ്ടത്. ഇതിപ്പോൾ 3 ചെമ്പിൽ അവർ
വേറെയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ചെമ്പും ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ദമ്മിടുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 1-ലിട്ടു, ഇനി അടുത്തതിലിടും, 3-ലിടും, അങ്ങനെ 3 ദമ്മിട്ടിട്ട് പൊട്ടിക്കുന്നതെല്ലാം ഒരുമിച്ച് അങ്ങ് പൊട്ടിക്കലായിരിക്കും. ഇവിടെ ഇപ്പം തന്നെ മണം, നല്ല ബിരിയാണിയുടെ മണമാണ് കേട്ടോ. ഇത് 2ാമത്തെ ചെമ്പല്ലേ? രണ്ടാമത്തെ ചെമ്പിൽ അരി റൈസ് ഇട്ടിട്ടുണ്ട്. ഇത് 50 ആക്കുള്ള ബിരിയാണിയാണ്. ബിരിയാണി ദമ്മിടാൻ മുന്നേയുള്ള സെറ്റിങ്സ് ആണിത്. അതല്ലേ, ഇതിപ്പോൾ ഗരം മസാലയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് 75 ആൾക്കാർക്ക് അല്ലേ, 75 ആൾക്കാരെ ബിരിയാണിയാണിത്. ഇവർ ഭയങ്കര ഹറിബറിയായിട്ട് എന്താ പറയുക, ഫുൾ തിരക്കാണ് ഇവിടെ. എന്താ കറക്റ്റ് ടൈമിൽ നമുക്ക് ഫുഡ് എത്തിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള. കളറൊന്നും ചേർക്കുന്നില്ല, കളറൊന്നുമില്ല. പാലും മഞ്ഞളും മാത്രമാണ് യൂസ് ചെയ്യുന്നത്, കളറൊന്നും ചേർക്കാതെയാണ്. കാച്ചിയ പാലിൽ മഞ്ഞൾ, കളറിന് വേണ്ടി മാത്രം. ഇതിപ്പോൾ വറുത്ത് വരച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും, അത് മാത്രം. അതാണിപ്പോൾ ലാവിഷായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടാം. അങ്ങനെ നമ്മളെല്ലാം ഗരം മസാലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഇപ്പം ചെമ്പ് മൂടി വെച്ച് അടച്ചു. ചെറിയ തീയിലാണ് അത് ദമ്മിടുന്നത് കേട്ടോ. ഇതാ 3 ചെമ്പിലും ദമ്മിട്ട് കഴിഞ്ഞ് നല്ല കട്ടക്ക് വെയിറ്റും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ദമ്മ് പൊട്ടിക്കും. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായ മണം നമുക്ക് കിട്ടുക. ദമ്മ് പൊട്ടിക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് മൊരിഞ്ഞ ഉള്ളിയുടെയും അണ്ടിപ്പരിപ്പും കിസ്മിസിൻ്റെയും നെയ്യുടെ ഒക്കെ മണം നമുക്ക് അന്നേരം കിട്ടും. നമുക്ക് എന്തായാലും ദമ്മ് പൊട്ടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. ഇവരൊക്കെയാണ് മുത്തൂസ് കാറ്ററിംഗ് യൂണിറ്റിൻ്റെ ടീം അംഗങ്ങൾ അല്ലേ. ഇതാണ് നമ്മൾ മുത്തുവട്ടൻ, പിന്നെ ഇത് 2 പേരും ഇവരെ മക്കളാണ്. ഒന്ന് പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എല്ലാവരും. എൻ്റെ പേര് പ്രജിത്ത്. എൻ്റെ പേര് പ്രസു. ഇത് മുത്തുവട്ടൻ. വിശാൽ. ഇവരൊക്കെയാണ് ഇതിൻ്റെ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇവരെ കൂടെ ഉണ്ടല്ലേ, ഈ കാറ്ററിംഗ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇവിടെ എടത്തിലമ്പലത്തിൽ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടല്ലേ നിങ്ങളുടെ ഔട്ട്ലെറ്റ്. അതിലെന്താണ് പ്രത്യേകത? ഓർഡർ മുൻകൂട്ടി പറഞ്ഞാൽ എല്ലാം റെഡി ആയി എല്ലാ ഐറ്റംസും നമ്മൾ അവിടുന്ന് ഓർഡർ എടുക്കും. അതെ, ഇപ്പൊ കല്യാണം കുറവായത് കാരണം. കല്യാണം കുറവല്ല, കല്യാണത്തിന് ആള് കുറവ്. അതെ അതെ, അതാണ്. കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കല്യാണം നടക്കുന്നുണ്ട്. ഇപ്പൊ 500 ആളെ പരിപാടിക്ക് 50 ആള് 30 ആള്. അതെ, ആ ഒരു ഇതിലാണ് വന്നവര് 100 ആള് 2 ദിവസം കൂടിയിട്ട് 100 ആളെ പരിപാടി വരെ അങ്ങനെ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു എടത്തിലമ്പലം ഔട്ട്ലെറ്റിൽ 80 റുപ്പീസിനാണ് ഇവർ എന്താ പറയുക ഒറിജിനൽ തലശ്ശേരി ദം ബിരിയാണി കൊടുക്കുന്നത്. അത് പറയാതെ ഏറ്റവും കുറവാണ് 80 റുപ്പീസ്. പക്ഷേ എങ്കിൽ പൈസ അത്ര 80 റുപ്പീസ് ആണെങ്കിലും ടേസ്റ്റിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനത് ടേസ്റ്റ് ചെയ്തു, എനിക്കത് അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് എടുത്തു പറയുന്ന കാര്യം. അത് വലിയൊരു കാര്യമാണ് ഈ ഒരു സമയത്ത്. അതെ അതാണ്, അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ എന്താ പറയാ ഇത്രയും യൂണിറ്റ്, കുറെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? അപ്പോൾ വളരെ താങ്ക്സ്. നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റിൻ്റെ ഇതായിട്ടാണ് അവർ നമ്മളെ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യാൻ പെർമിഷൻ തന്നത്. അപ്പോൾ വളരെ താങ്ക്സ്, താങ്ക് യു. ഞാൻ എന്തായാലും അവിടെ വിറകടുപ്പിൻ്റെ ചൂട് ഭയങ്കര ചൂടാട്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി. എനിക്കാണെങ്കിൽ കണ്ടില്ലേ ഇളനീർ പുഡിങ്, അവർക്ക് ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ച ഇളനീർ പുഡിങ്ങാണ്. നല്ല ചെറിയും പിസ്ത പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഇളനീർ പുഡിങ്. അപ്പോൾ ഇത് കഴിച്ച് ഞാനിവിടെ കുറച്ച് റിലാക്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഉള്ളിൽ ദമ്മിൽ കിടന്നിട്ട് ഇങ്ങനെ ചിക്കൻ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിങ്ങനാകുമ്പോൾ അങ്ങോട്ട് ചെല്ലാം. അതുകൊണ്ട് അത് ഞാനിവിടെ ഇളനീർ പുഡിങ് കഴിച്ച് ഒന്ന് ഇരിക്കട്ടെ.
ആദ്യം ഇങ്ങനെ റൈസ് മാറ്റി വെച്ചിട്ടല്ലേ മിക്സ് ചെയ്യാം. ആദ്യം ഇങ്ങനെ മേലെ ഇങ്ങനെ ഇട്ട റൈസ് ആദ്യം ഒരു വേറെ പ്ലേറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. എന്നിട്ടാണ് മസാല കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പ്ലേറ്റിൽ മസാല. ആഹാ, എന്താ മണം! ദമ്മിട്ട് കഴിഞ്ഞാൽ ആ പൊട്ടിക്കുമ്പോഴുള്ള മണം ഭയങ്കര ഒരു മണമാണ്. ആ മണം മതിയല്ലേ. ഇത് വേറെ പ്ലേറ്റ് മസാല മാത്രം അവർ മാറ്റി വെച്ചു. ഈ ബിരിയാണി പാക്ക് ചെയ്യുന്ന കാണുമ്പോൾ നല്ലൊരു രസമാണ്. ആ ഒരു പ്ലേറ്റിൽ ഹാഫ് പ്ലേറ്റിൽ ബിരിയാണി പാക്ക് ചെയ്യുന്നത്. ആ പിന്നെ ഞാൻ അതിൽ വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് മതി കേട്ടാ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മതി. നമുക്ക് ഈ ദമ്മ പൊട്ടിച്ചാൽ പിന്നെ ടേസ്റ്റ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ തന്നെ സ്പൂണ്. അപ്പം താങ്ക് യു. നല്ല ചൂടാ. ഇപ്പൊ ദമ്മെന്ന് ഇപ്പൊ പൊട്ടിച്ച പാടുള്ളതാണ് കേട്ടോ. ഇത് സ്പെഷ്യൽ അച്ചാറാണ്. ബീട്രൂട്ടും ഈത്തപ്പഴവും കൂടിയിട്ടുള്ള അച്ചാറാണ്. അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോ കണ്ടില്ലേ, നല്ലൊരു വലിയ പീസും റൈസും സാലഡും നമ്മളെ സ്പെഷ്യൽ അച്ചാറുമാണുള്ളത്. ഈ അച്ചാർ ഭയങ്കര സ്പെഷ്യൽ അച്ചാറാണ്. നമുക്കൊന്ന് ഒരു പിടുത്തം പിടിച്ച് നോക്കാം. ഈ റൈസിനെ പറ്റി പറയാം, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. അതുപോലെ ഈ അച്ചാറും ബീട്രൂട്ടും ഈത്തപ്പഴവും കൂടിയിട്ടുള്ള അച്ചാറാണ്. അത് ഈ ഭാഗത്ത് എല്ലാവരും ബിരിയാണിക്ക് ഈ അച്ചാറാണ് നമ്മൾ സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യുന്നത് കല്യാണപ്പുരയിൽ. അപ്പോൾ മുത്തോട്ടിൻ്റെ ബിരിയാണി കഴിച്ച എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പം നാവിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും. അത്ര ടേസ്റ്റാണിത്. അപ്പം എല്ലാവരും ഇടത്തിലമ്പലം വന്നു കഴിഞ്ഞാൽ ഇവർ 12 മണിയല്ലേ, 12 മണി തൊട്ടൊരു ഒരു 3-4 മണി വരെ ഇവർ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിരിയാണി വാങ്ങിക്കാൻ പറ്റുന്നതാണ്. 80 റുപ്പീസിന് ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്തും ഞാൻ കഴിച്ചിട്ടുണ്ട് ബിരിയാണി. കുറേ സ്ഥലങ്ങളിൽ ബിരിയാണി തലശ്ശേരി തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടേസ്റ്റും ക്വാളിറ്റിയും വേറെ എവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ജെന്യൂനായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് അപാര ടേസ്റ്റാണ് കേട്ടോ. ആണ് മുത്തോട്ടിൻ്റെ എടത്തിലമ്പലമുള്ള ഔട്ട്ലെറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവർ എല്ലാ ദിവസവും 12 മണി തൊട്ടിട്ട് 2-3 മണി വരെ, അത് ബിരിയാണി കഴിയുന്നവരെ അവരിവിടുന്ന് ബിരിയാണി കൊടുക്കുന്നതായിരിക്കും. ഒരു ബിരിയാണിക്ക് 80 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വേണമെന്നുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ടൈമിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം.